ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 17 ആയിട്ടുണ്ട്. ഇന്നിതാ ഞാൻ മക്കളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാനാണ് ഇന്ന് സ്കൂളിൽ അവരെ ഡ്രോപ്പ് ചെയ്തത്. ഇന്ന് ഹസ്ബൻഡിന് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഉറങ്ങുകയാണ്. അപ്പോൾ രാവിലെ ഒരു മൊത്തത്തിലൊരു ബഹളമായിരുന്നു കേട്ടോ. രാവിലെ അവരെ എണീപ്പിക്കലും അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിക്കലും പിന്നെ ഫുഡ് കഴിപ്പിക്കലും അവരെ ഡ്രോപ്പ് ചെയ്യലും എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിലൊരു യുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വെയിറ്റും ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. വെയിറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടോക്കുള്ള ഫുഡും കൂടി കൊടുത്ത് അവനൊന്ന് ഹാപ്പി ആക്കിയാൽ ഞാനും ഹാപ്പിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യാം. എന്നിട്ട് അപ്പോൾ അതിന് സൂചി എഴുന്നേക്കുമായിരിക്കും. എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്ത് 84.95. വലിയ ചേഞ്ചൊന്നുമില്ല എനിക്ക് എൻ്റെ വെയിറ്റിൽ. അപ്പോൾ എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് എനിക്ക് ചെറുതായിട്ട് വെയിറ്റിലൊരു വ്യത്യാസം ഇല്ലാഞ്ഞിട്ട് എന്താ പറയുക, ഒരു മടുപ്പ് വരില്ല, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും ചെറുപയറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കഷ്ണം പുട്ടും ചെറുപയറും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. പക്ഷേ എന്താ പറയുക, എന്തോ ഒരു മടുപ്പ് വരുന്ന ഒരു പ്രതീതി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് അപ്പുറത്തെ പറമ്പിൽ കുറേ മരങ്ങൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പക്ഷികൾ അവരെ കൂടൊക്കെ പോയതുകൊണ്ടായിരിക്കണം എന്താ പറയുക, ഞങ്ങളെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഒരുപാട് പക്ഷികൾ കിട്ടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എവിടെ കൂട് വെക്കണം എന്നുള്ള ചിന്തിക്കായിരിക്കും അവർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഹസ്ബൻഡ് പോയപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. കുറച്ച് ദിവസമായി ഞാൻ 2 ദിവസമായി ഇങ്ങനെ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് മാറ്റണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഓരോരോ തിരക്കായിട്ട് പിന്നെ അതൊന്നും മറന്നും പോയി. അങ്ങനെ ആയിട്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടോ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ എന്താ പറയുക, ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണി ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കുക, അങ്ങനെ അല്ലെങ്കിൽ വിളിക്കാൻ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിക്കൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യുന്നതിൽ ഒരു മടുപ്പും ഉണ്ടാവില്ല. നമ്മൾ വിളിക്കേണ്ട ആൾക്കാരൊക്കെ നമ്മൾ കറക്റ്റ് വിളിക്കുകയും ചെയ്യും. അതിനായിട്ട് അങ്ങനെ ഫോൺ വിളിക്കാനായിട്ട് നമ്മളൊരു സമയം അങ്ങനെ വെയിറ്റ് ചെയ്യുകയും വേണ്ട. അപ്പോൾ അത് അങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഞാൻ എന്താ പറയുക, ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബ്ലാങ്കറ്റൊക്കെ നല്ല രീതിയിൽ വിരിച്ചിട്ടു. മക്കൾ താഴെ ഒരു ബെഡും കൂടെ ഉണ്ട് കേട്ടോ, അങ്ങനെ വലിക്കാൻ പറ്റുന്ന. അപ്പോൾ അതിലാണ് മക്കൾ കിടക്കുക. അതാണ് ഞങ്ങളുടെ റൂമിൽ ഇത്രയും പില്ലോസും 2 ബ്ലാങ്കറ്റും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അപ്പുറത്തെ റൂമിലൊക്കെ കൊണ്ടുവെക്കാറുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങോട്ട് തന്നെ വലിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് മൂടില്ലാത്ത ദിവസമൊക്കെ ഞങ്ങൾ റൂമിൽ തന്നെ വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ ഞാൻ കുറച്ച് ചോറും പരിപ്പ് കറിയായിരുന്നു കേട്ടോ. പിന്നെ മുതിര ഉപ്പേരിയായിരുന്നു. അപ്പോൾ മുതിര ഉപ്പേരി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കഴിക്കണത് കേട്ടോ. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഒന്നാമത് എനിക്ക് പനി വന്ന് പോയതിന് ശേഷം ഭയങ്കര വിശപ്പാട്ടോ. നമ്മൾ ഒന്നങ്ങോട്ട് തിന്നിട്ട് അങ്ങോട്ട് തികയാത്ത പോലെ തോന്നും. എന്തോ ഒരു ടേസ്റ്റിന് എന്തോ ഒരു ഡിഫറൻസ് ഉള്ള പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ വായ ഫുള്ളായിട്ട് ശരിയായിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ രാവിലെ സുജി മക്കളെ കൊണ്ടാക്കാത്തതുകൊണ്ട് തന്നെ മക്കൾ കുറച്ച് അലമ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് സുജി പറഞ്ഞു നിങ്ങളെ പിക്ക് ചെയ്യൽ മമ്മയല്ല പപ്പയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്ക് പാലിച്ച് സുജി മക്കളെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മക്കളെ പിക്ക് ചെയ്യുക, സുജി അപ്പം തന്നെ പോകും കേട്ടോ ഓഫീസിലേക്ക്. കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പോവുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം നേരെ ടോട്ടോൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ അവനോട് സംസാരിച്ചിട്ടൊക്കെയാണ് അകത്തേക്ക് കയറുക കേട്ടോ. അതിൻ്റെ ഇടയിൽ പപ്പയും മോനും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടി അവിടെ അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് സുജി അപ്പം തന്നെ പോയിണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണി 6:30 7 മണി ആ ഒരു ടൈമിൽ സുജി ഇന്ന് നേരത്തെ വന്നു കേട്ടോ. തലവേദനയൊക്കെ ഉള്ളതുകൊണ്ടാവണം നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം മക്കൾ ട്യൂഷനായിരുന്നു കേട്ടോ, കഴിഞ്ഞില്ല. അതാണ് മക്കൾ മുന്നോട്ടേക്ക് വരാത്തത്. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ ലൈറ്റിൻ്റെ അവിടെ ഒരു കൂട് കൂട്ടിയിട്ട് ഒരു പക്ഷികളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ അവർക്കിങ്ങനെ വെക്കുമ്പോൾ അവരിച്ചിരി അതിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുക, അവർ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവരിതാ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളൊന്ന് അകത്തേക്ക് പോയാൽ എടുക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അകത്തേക്ക് പോയി. മക്കളെ ട്യൂഷന് അന്നേരം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം മക്കൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. രാത്രി ഫുഡ് കൊടുത്തു. പിന്നെ സുജിക്ക് ചായ വേണമെന്ന് അതൊക്കെ ആക്കി കൊടുത്തു. പിന്നെ കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, ഒന്നിനൊരു മൂഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാത്രം കഴുകാനുള്ളതൊക്കെ ഡിഷ് വാഷറിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അത് ചത്തൂലേ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേസ്റ്റൊക്കെ കളഞ്ഞ് പാത്രങ്ങളെല്ലാം അതിലേക്ക് വെക്കാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന ബോട്ടിലൊന്നും ഞാൻ ഡിഷ് വാഷറിൽ വെക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ ചിലപ്പോൾ അതിന് അങ്ങനെ ലോക്കൽ പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഉരുകുന്ന അങ്ങനെ വീർക്കുന്ന ഒരു സ്വഭാവം വരും. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ആവുമോ എന്നുള്ള ഞാൻ പിന്നെ റിസ്ക് എടുക്കാത്തതുകൊണ്ട് അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കഴുകുന്നില്ല, അതൊക്കെ രാവിലെ ചേച്ചി വന്നിട്ട് കഴുകിക്കോളാം, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ബാക്കി അങ്ങനെ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ അതിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. പിന്നെ സ്നാക്കിൻ്റെ കുറേ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ വെച്ച് റിസ്ക് എടുക്കുന്നില്ല, അതും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പാത്രങ്ങളും അവിടെ വെച്ച് ഞാൻ കഴുകിക്കോളാമെന്ന് ചേച്ചി പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് വയ്യാത്ത ദിവസങ്ങളിലൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അങ്ങനെ ചേച്ചി രാവിലെ വന്നിട്ട് കഴുകിക്കോളും. പക്ഷേ പിന്നെ ഡിഷ് വാഷറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിലേക്ക് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ മക്കളെ സ്കൂളിലത്തെ പാത്രങ്ങളാണ്. അപ്പോൾ ഇന്ന് ചേച്ചി കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊന്നും വലിയ അലമ്പൊന്നുമില്ല, അപ്പോൾ ഞാനതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടാൽ ഒരു സമാധാനമായല്ലോ അല്ലേ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. ബാക്കി ഡൈനിങ് ഹാള്, കിച്ചൺ, ലിവിങ് റൂമും ഒക്കെ ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞാൽ നേരെ മേല് കഴുകി കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ വേഗം കിടക്കാനുള്ള ഒരു പണിയിലാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഇനിയൊന്നും വെയിറ്റ് ചെക്ക് ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ കാണുന്നത് വരെ ബൈ.